നമസ്തേ, ഞാൻ നിങ്ങളെ സ്വന്തം ശ്രീകട്ടൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകല്ലേ, കറികളൊക്കെ നല്ലോണം കഴിക്കേണ്ട മാസമാണല്ലോ. ഇന്ന് കുമ്പളത്തിന്റെ ഉപ്പേരിയാണ് സ്പെഷ്യൽ. അച്ഛമ്മയുടെ ഫേവറേറ്റ്. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ചേച്ചി കുറേ കുമ്പളത്തിന്റെ തന്നുട്ടോ. അപ്പോൾ ഇന്ന് അച്ഛമ്മയ്ക്ക് ഉപ്പേരി വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചുട്ടോ. ഞാൻ അമ്മ ഇലക്ക് വൃത്തിയായി തന്നുട്ടോ, അതുകൊണ്ട് പണി എളുപ്പമായി. പിന്നെ അരിയിൽ അത് എനിക്ക് ഈസി കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിമുളക് വറക്കണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ അരിമുളക് നട്ട പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമന്റ് കേട്ടോ. പിന്നെ കാന്താരി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നിറയെ കാന്താരി ഉണ്ട്. ആള് കാന്താരി ആണെങ്കിലും എരിവ് പറയണോ? ഹേയ്, ഞങ്ങൾ ആവശ്യമുള്ളപ്പോൾ വന്ന് പറിക്കട്ടോ. ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലത് അരിമുളക് കഴിച്ചാൽ. അച്ഛമ്മോട് ആ സമയം കൊണ്ട് വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ തൊലിച്ച് വയ്ക്കാൻ പറഞ്ഞു. അച്ഛമ്മയ്ക്ക് വല്ല പണിയൊക്കെ ഇടയിൽ കൊടുക്കണ്ടേ. പിന്നെ തെറ്റുമ്പോൾ കണ്ണൊക്കെ നീറുന്നുണ്ട് കേട്ടോ. കണ്ണിക്കൊക്കെ തെറിക്കുമ്പോഴേ അപ്പം അച്ഛമ്മയും കൂടി നല്ല ചമ്മന്തി പരുവത്തിലാക്കണം കേട്ടോ. പിന്നെ കയ്യൊന്നും ആക്കരുത് കേട്ടോ. കയ്യിലൊക്കെ നല്ല നൂറും. പിന്നെ പണിയാവട്ടാ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് അടുപ്പിലായിട്ട് വയ്ക്കുന്നത്. പിന്നെ എനിക്ക് അടുപ്പ് കത്തിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എനിക്ക് അമ്മയൊക്കെ സഹായിക്കാറൊക്കെ ഉണ്ട് അടുപ്പ് കത്തിക്കാൻ. ഇവിടെ തൊടിയിലൊക്കെ വർഗ്ഗമൊക്കെ ഇഷ്ടംപോലെ കിട്ടും. തെങ്ങിന് പട്ടി പോലെ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അടുപ്പിൽ വെക്കാറില്ല. ഗ്യാസിലൊന്നും അങ്ങനെ വെക്കാറേ ഇല്ല. ഈ പിടിച്ച് കിട്ടാനൊക്കെ ആദ്യം പ്രയാസമാണ്. പിന്നൊക്കെ നമ്മൾ കണ്ണിലൊക്കെ ആയി വരുമ്പോൾ നല്ല തീ കത്തി പിടിക്കും. ചട്ടിയൊക്കെ ചൂടായി പിന്നെ വെളിച്ചെണ്ണ വയ്ക്കാട്ടോ. അമ്മ പറഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് അധികം വരും, കുറച്ച് വെച്ചാൽ മതി പറഞ്ഞിട്ടോ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചുള്ളൂ. എണ്ണ ചൂടായി അത് വയ്ക്കാൻ നമ്മൾ വെളുത്തുള്ളി ചെറിയുള്ളി കാന്താരി മുളക് തിളച്ച് വെച്ചില്ല, അതൊക്കെ നമ്മൾ ഈ ചൂടായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ അധികം പണിയൊന്നുമില്ല. നമ്മൾ നേരത്തെ അരിഞ്ഞ കുമ്പളത്തിന്റെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം കാണുമ്പോൾ കുറേ ഉണ്ടാവട്ടെ, പിന്നെ അത് ചുങ്ങി വരും. പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടുക. ഉപ്പൊക്കെ ഇടുമ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ട് ആവശ്യത്തിന് ഇടുന്നു. ഇത് വേഗം ഒരു അച്ഛമ്മ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. പറഞ്ഞപ്പോൾ അച്ഛമ്മ നമ്മുടെ പണ്ടത്തെ കഥയൊക്കെ പറയുന്നത്. അച്ഛമ്മയുടെ ചെറുപ്പത്തിൽ എപ്പോഴും ഇലക്കറിഞ്ഞ് എത്ര വയ്ക്കുക, മുരിങ്ങയും താളും മാറി മാറി ദിവസം വെക്കത്രേ. ഇടയ്ക്ക് ഞാൻ അളക്കൊക്കെ ചെയ്തു. അപ്പോൾ നേരത്തെ കണ്ടുവരുന്ന എല്ലാം ചുങ്ങി കുറച്ചായി. പിന്നെ അച്ഛമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അച്ഛമ്മ പറഞ്ഞ ഒന്നും കൂടി വേണ്ട, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞിരുന്നു. സംഭവം ഏകദേശം റെഡി ആയിട്ടോ. ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണ കഴിച്ചാൽ സംഭവം ഉഷാറായി. വൈകുന്നേരം പിന്നെ നമ്മൾ പൂളക്കിഴങ്ങ് ഉപ്മാവ് ഉണ്ടാക്കിയിരുന്നു. അതും അതിൻ്റെ കൂടെയാണ് കുമ്പളത്തിൻ്റെ കഴിച്ചിട്ടോ. അച്ഛമ്മ പറഞ്ഞു സൂപ്പർ കോമ്പിനേഷൻ, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അച്ഛമ്മ എല്ലാവരും സാധിച്ചു കൊടുക്കാൻ പറ്റിയോ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ കഴിച്ചു. ഇലക്കറികൾക്ക് ആരോഗ്യം നല്ലതുണ്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.